വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ മംഗലാപുരത്ത് പോയി ചർച്ച ചെയ്ത് തീരുമാനിച്ച കൃത്യതയോടെയുള്ള ഡീലാണ് നടന്നത്. ട്രംപ് വഴിയാണ് കരാറിന്റെ വിവരങ്ങൾ അറിഞ്ഞത് എന്ന മുഖ്യമന്ത്രിയുടെ വാദം വിശ്വാസത്തിലെടുക്കാനാവില്ല. മുഖ്യമന്ത്രി ഇപ്പോഴും വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല. കരാർ അംഗീകരിക്കില്ലെന്നും നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി തുറന്നു പറയണം. കൃത്യമായ അജണ്ട വെച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിലയാണ് വി.ഡി. സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിർവഹിച്ചത്. വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് നമുക്കറിയുന്നത് പോലെ പ്രത്യേക പ്ലെയിൻ ചാർട്ട് ചെയ്ത് മംഗലാപുരം വരെ പോകുന്ന കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട പ്രതി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവിടെ അദാനിയുടെ പ്രമുഖരായ വക്താക്കളും ഉണ്ടായിരുന്നു. അവരെല്ലാമായി ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കൃത്യതയോടുകൂടിയുള്ള ഒരു ഡീലാണ് ഇപ്പോഴും ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വിട്ടവരെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എം.വി. ജയരാജൻ നടത്തിയ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ജയരാജന്റേത് പാർട്ടി നിലപാടല്ലെന്നും വിമതരായി മത്സരിച്ചവർ വർഗവഞ്ചകരാണെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുണ്ടെന്ന വാർത്തകൾ ഗോവിന്ദൻ മാസ്റ്റർ തള്ളി. വഞ്ചനയാണ്, ചതിയാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. അത് സുധാകരനായാലും ഈ പറയുന്ന ടി.കെ. ഗോവിന്ദനായാലും അതുപോലെ കുഞ്ഞകൃഷ്ണനായാലും ഇവരെല്ലാം എടുത്ത നിലപാട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. എല്ലാവർക്കും ബാധകമായിട്ടുള്ള, ലോകത്തെ എല്ലാവർക്കും ബാധകമായിട്ടൊരു നിയമം തെറ്റിദ്ധരിച്ചാൽ എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുക.